ഹലോ! ആദ്യം തന്നെ പറയാമല്ലോ, എൻ്റെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബറുണ്ട്. പുള്ളി എനിക്ക് ഉറക്കം തരാതെ ചെയ്യിപ്പിച്ചെടുത്തൊരു വീഡിയോ ആണിത്. ബാനർ കൺട്രോൾ. പക്ഷേ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്തുകൊണ്ട് ഞാൻ നേരത്തെ ചെയ്തില്ല എന്നുള്ളൊരു ഇതിലായിപ്പോയി ഞാൻ അവസാനം. എന്തായാലും പുള്ളിക്ക് നന്ദി. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ നമ്മൾ ഒരു വീഡിയോ ട്രാക്ക് ചെയ്യുന്നതിനായിട്ടൊരു ഫൂട്ടേജ് കണ്ടുപിടിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്നത് ദാണ്ട് ഈ ഒരു സൈറ്റാണ്. ഇതിന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. ദെൻ അതിനെ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് വീഡിയോ എഡിറ്റിംഗ് ഇതിനകത്ത് കൊണ്ടുവന്ന് ആ വീഡിയോ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അതിനെ ഇമേജ് സീക്വൻസ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുന്നു. ഇമേജ് സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആ വീഡിയോയുടെ റെസൊല്യൂഷൻ, അതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡൊക്കെ ആഡ് ചെയ്ത് എത്ര ഫ്രെയിംസ് വേണോ അത് ചെയ്തതിന് ശേഷം PNG ലൊക്കേഷൻ ആഡ് ചെയ്തിട്ട് റെൻഡർ അനിമേഷൻ. ഇത് ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ ഈ വീഡിയോ മോഷൻ ട്രാക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്ററും കൺസിസ്റ്റൻറ്റുമാണ് ഇമേജ് സീക്വൻസിനെ മോഷൻ ട്രാക്ക് ചെയ്യുന്നത്. കാരണം ഓരോന്നും ഇൻഡിവിജ്വൽ ഇമേജസ് ആയതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫാക്ട്സ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇമേജ് സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നല്ലത്. ദെൻ അങ്ങനെ ഞാൻ ചെയ്ത ഒരു സാധനത്തിന് മോഷൻ ട്രാക്കിങ്ങിനായിട്ട് വരുന്നത് അതിൻ്റെ ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് VFX മോഷൻ ട്രാക്കിംഗ് ഞാനിവിടെ ആൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മോഷൻ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് സീക്വൻസ് ഇവിടെ കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഓപ്പൺ ബാനർ റോൾ എവിടെയാണോ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യുക. ഓപ്പൺ. സോ ബഫർ നമ്മളെല്ലാം ചെയ്യുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഔട്ട്പുട്ട് സെറ്റിങ്സിൽ 1920x1080 അല്ല, കാരണം ഇത് ഒരു വെർട്ടിക്കൽ ഫോർമാറ്റാണ്. അപ്പോൾ ഇത് മോൾഡ് വരണം 1080x1920. കണ്ടോ? പിന്നെ ഫ്രെയിം പെർ സെക്കൻഡ് 24 FPS-ലാണ് ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത്. അത് തന്നെ ഇവിടെ വെച്ചാലും മതി. ദെൻ സെറ്റ് സീൻ ഫ്രെയിംസ്. ദെൻ പ്രിഫെച്ച് അറിയാമല്ലോ, ഇത് ലോഡ് ചെയ്യുന്നുണ്ടോ? ഇത് പിന്നീടുള്ള നമുക്കൊരു ഈസി വർക്ക് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിനി ഒരു ബേസിക് ക്യാമറ ട്രാക്കിംഗ് ചെയ്യണം. ആദ്യം വീഡിയോ അനലൈസ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇതൊരു ട്രൈപോഡ് ഷോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പാടൊന്നുമില്ല നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ. സോ ഇവിടെ വേറൊരു കുഴപ്പമുള്ളത്, ആ കാറുകളൊക്കെ കിടന്ന് ഇറങ്ങുന്നുണ്ടോ? ഇത് നമ്മൾ ഡിറ്റക്ട് ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ ഇതൊക്കെ സെലക്ട് ആകും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അനോട്ടേഷനിൽ വരിക, ഡ്രാ, എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിം, ഡ്രാ, ഇത്രയും സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെയും ഒരു ഡ്രോ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്നുള്ളതിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കളയാം. സോൾവ് അല്ല ട്രാക്ക് വന്നിട്ട് ഡിറ്റക്ട് ഫീച്ചേഴ്സ്. ആവശ്യത്തിനധികം പോയിൻ്റ് ഉണ്ട്, നമുക്കത് തന്നെ ധാരാളം. ദെൻ ഡിറ്റക്ട് ഫീച്ചേഴ്സിൽ ഹോൾ ഫ്രെയിം മാറ്റി ഔട്ട്സൈഡ് അനോട്ടഡ് ഏരിയ. അപ്പോൾ അത്രയും പാർട്ട് ക്ലിയറായി. ഇനി നമ്മളിവിടെ പെർസ്പെക്റ്റീവിൻ്റെ ആവശ്യമൊന്നുമില്ല, ലൊക്കേഷൻ മതി. കാരണം ഇതിന് പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നുമില്ല. കീ ഫ്രെയിം മാറ്റി പ്രീവിയസ് ഫ്രെയിം നോർമലൈസ്. ഫസ്റ്റ് ഫ്രെയിമിൽ വെച്ചിരിക്കുകയാണ് നമ്മൾ ട്രാക്കിംഗ് ഫോർവേഡ്. ഗ്രാഫ് കൊള്ളാം. ദെൻ നമുക്ക് അടുത്തത് അവിടെ നിന്ന് ബാക്ക്വേഡ് വേണമെങ്കിൽ ബാക്ക്വേഡ് ചെയ്യാം, വേണമെന്നില്ല, പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത് പോകാനുള്ളത് സോൾവിൽ നമ്മൾ പ്രത്യേകം ബ്ലെൻഡറിനോട് പറയുക ഇത് ട്രൈപോഡിൽ ഷൂട്ട് ചെയ്തൊരു ഫുട്ടേജാണ്. അല്ലാത്ത പക്ഷം ഈ ക്യാമറയ്ക്ക് അധികം ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് ഇതിലൊരു എറർ വാല്യൂ കാണിക്കും. അപ്പോൾ ക്യാമറ കിടന്നിങ്ങനെ ജെറുക്കാകും. അപ്പോൾ ബ്ലെൻഡർ വിചാരിക്കും ഇതെന്തോ ഒരുപാട് മൂവ്മെൻ്റ് ഒക്കെ ഉള്ളൊരു ഫുട്ടേജാണ്. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ പ്രത്യേകിച്ച് മൂവ്മെൻറ്റും ഒന്നുമില്ല, അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ബ്ലെൻഡർ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചിന്തിച്ചിട്ടൊരു ക്യാമറ നമുക്ക് എറർ വാല്യൂ എന്തായാലും 0.50 ആ ഒരു റേഞ്ചിനെ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ അതിന് വെച്ച് സീൻ സെറ്റസ് ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പ് ട്രാക്കിംഗ് സീനും കൊടുത്തൊരു ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ കിടന്ന് ഇങ്ങനെ ജെർക്ക് ചെയ്യും. അത് നമുക്ക് അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ഒക്കെ കാണുമെന്ന് എനിക്കറിയില്ല. ഇനി നമ്മളിവിടെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക ട്രൈപോഡ്. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രൈപോഡ് എനേബിൾ ചെയ്യുമ്പോൾ ഇത് ഡിസേബിൾ ആകും. കാരണം എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫ്രെയിംസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ പോരാ. ത്രൂ ഔട്ട് ഒരു സീനാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ട്രൈപോഡ്. ഫോക്കൽ ലെങ്ത് മസ്റ്റ്. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ റേഡിയൽ ഡിസ്റ്റോർഷൻ ഒന്നും ഇപ്പം നോക്കണ്ട. സോൾവ് ക്യാമറ മോഷൻ. നമ്മുടെ എറർ വാല്യൂ 1.85. നമുക്ക് 0.50 ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ക്ലീനപ്പിൽ വരിക, ക്ലീൻ ട്രാക്സ്. അതിന് ആദ്യം എറർ വാല്യൂ ഒരു 2 2. എന്നിട്ട് ക്ലീൻ ട്രാക്സ് വെളിയിലിടയിൽ വെച്ച് ക്ലിക്ക് മാറ്റി കൊടുക്കുക. അതെല്ലാം സെലക്ട് ആവില്ലെങ്കിൽ ക്ലീൻ ട്രാക്സ്. അപ്പോൾ കൊള്ളാത്ത കുറേ സാധനമുണ്ട്. ഇത് പക്ഷേ സെലക്ട് ആയിട്ടില്ല ഉള്ളി.
2 മാറ്റിയിട്ട് 1 പ്രസ് ചെയ്തിട്ട് ക്ലീൻ ട്രാക്സ്. ഒന്നും വേണ്ട, നമുക്കത് എല്ലാം ആവശ്യമുള്ള കുറേ പോയിൻ്റ് പോകും. നമുക്കൊരു 1.5 ക്ലീൻ ട്രാക്സ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം, എന്ത് വരും നോക്കാമല്ലോ. 0.60 ഇത്രയും കുറഞ്ഞൊന്നും വിചാരിച്ചില്ല. ഓക്കെ, നമുക്കിനി സെറ്റസ് ബാക്ക്ഗ്രൗണ്ട്, സെറ്റപ്പ് ട്രാക്കിംഗ് സീൻ പരിപാടി കഴിഞ്ഞേ. ഇതാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സീനാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാധനമാണ് ഈ ക്യാമറ അലൈൻമെൻറ്റ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് അലൈൻമെൻറ്റ് മതിയെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, റൈറ്റ് ക്ലിക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് ക്ലിക്ക് എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കഴ്സർ റെഡിയാകാം. ഈ കഴ്സർ കൊണ്ടുവന്ന് മിഡിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ പോയിൻ്റ്, ഈ സാധനം വന്നിട്ട് ഇതിൻ്റെ പേരെന്തുവാ, ട്രാൻസ്ഫോം പിവറ്റ് പോയിൻ്റ്, ഇത് മാറ്റി 3D കഴ്സർ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്യാമറ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് എക്സ് വൈ സെഡ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. എന്തും ഞാൻ ഇപ്പോൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാറ്റിയിട്ട് നിങ്ങളൊന്ന് മീഡിയൻ പോയിൻ്റ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിയേ. ക്യാമറ അതിൻ്റെ മീഡിയൻ പോയിൻറ്റിൽ നിന്നായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. പകരം ഇത് മാറ്റി 3D കഴ്സർ ആകുമ്പോൾ സംഭവിക്കുന്നത്, ഈ 3D കഴ്സറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബേസിസിൽ ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് അലൈൻ ചെയ്യാം. കാരണം ഈ ഗ്രിഡ് ലൈൻ ഉണ്ടല്ലോ, ഇത് വെച്ച് നമുക്ക് അലൈൻ ചെയ്യാം. എൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് എഫ് സ്പൈയിലേക്ക് പോവാം. ഇതാണ് എഫ് സ്പൈ. ഇത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാം. ഇത് നമ്മളൊരു വാനിഷിംഗ് പോയിൻ്റ് പെർസ്പെക്റ്റീവ്, 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ്, 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവ്, 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കൊരു കറക്റ്റ് ക്യാമറ അലൈൻമെൻറ്റ് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ എഫ് സ്പൈ. ഇത് നമ്മുടെ ഗൂഗിളിൽ ചെന്ന് ഡയറക്റ്റായിട്ട് എഫ് സ്പൈ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതും കൂടാതെ ഈ ഗിറ്റ് ഹബ് എന്ന് പറയുന്ന സൈറ്റിൽ വന്നിട്ട് ഈ എഫ് സ്പൈ ബ്ലണ്ടറിൻ്റെ, അതായത് എഫ് സ്പൈൻ്റെ ബ്ലണ്ടർ ആടുന്നുണ്ട്, അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ മുമ്പത്തെ ഏതൊരു വീഡിയോയിൽ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു ഷോർട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ ഞാൻ മറ്റേ വീഡിയോ ഇതിനകത്ത് ലിങ്ക് ചെയ്തിടാം. എനിവേ, അതും കൂടി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എഫ് സ്പൈയിലേക്ക് വരിക. കാരണം നമ്മളിത് കൊണ്ടുപോയി ബ്ലണ്ടറിൽ ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ എഫ് സ്പൈയുടെ ആഡ് ഓൺ ബ്ലണ്ടറിൽ ഉണ്ടായിരിക്കാം. എനിവേ, എഫ് സ്പൈയിലേക്ക് നമുക്ക് വന്നിട്ട് പരിപാടി തുടങ്ങാം. നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്ത് വെച്ച ഇമേജ് സീക്വൻസിൻ്റെ ആദ്യത്തെ ഫ്രെയിം എഫ് സ്പൈയിലേക്ക് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഡിം ഇമേജസ് ഡിസേബിൾ ചെയ്യുക. ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഈ ബ്ലെൻഡറിൻ്റെ ഇസഡ് ഡയറക്ഷനാണ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ മതി, ഈ ചുവന്ന ആംഗിൾ പിടിച്ചു. ഞാനൊരു ഊഹം കാണിക്കാനാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സെഡ് ഡയറക്ഷൻ താഴോട്ട് പോകും. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, പച്ച ഇങ്ങോട്ടും ചുവപ്പ് ഇങ്ങോട്ടും വേണം ചെയ്യാൻ, എന്നാലേ ഇത് മാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 2 വാനിഷിംഗ് പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യില്ലേ, ഇതിനാണ് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് വാനിഷിംഗ് പോയിൻ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ വരയായിട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ വിഷ്വൽ ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കുക. മതി. സ്ട്രെയിറ്റ് ലൈൻ മീൻസ് ഇങ്ങോട്ടുള്ള ഈ ആംഗിളിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ. എനിക്ക് തോന്നുന്നു ഇത് മതിയായിരിക്കും. അല്ലെങ്കിൽ അത്രയൊന്നും പോകണ്ട. അതുകൊണ്ട് ഇവിടെ ഒരു സാധനമുണ്ട്, ഇത് വെച്ച് പിടിക്കുക. അതൊക്കെ. ഇനി അടുത്തത് ഈ ആംഗിളിലൊന്നും, അടുത്ത പച്ച ഇങ്ങോട്ട്, അതിന് ഇവിടെ ഒരെണ്ണമുണ്ട് കേട്ടോ. അടുത്തത് ഇത് തന്നെ, ഇവിടുന്ന് ഈ പച്ച എടുത്ത് ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചിട്ട് കറക്റ്റായെന്ന് തോന്നുന്നു. ഈ സാധനം എടുത്ത് വെച്ച് ഡ്രാഗ് ചെയ്ത് നോക്കുക, എല്ലായിടത്തും കറക്റ്റാണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇങ്ങനൊരു ആംഗിൾ ഉണ്ടായിരുന്നു, മറന്നുപോയി. പരിപാടി കഴിഞ്ഞ് ഫോക്കൽ ലെങ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടേക്കുക. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കറക്റ്റായിരിക്കില്ല, പലപ്പോഴും തെറ്റാണ് വരാറുള്ളത്. എനിവേ, നമ്മളിത് സേവ് ചെയ്യുന്നു. ഞാനിവിടെ ആൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാനൽ കൺട്രോൾ എക്സ്പെക്ട് ഇതിൻ്റെ അപ്പുറത്തൊന്നുകൂടി സേവ് ചെയ്യണം. നമ്മളിനി എന്ത് ചെയ്യും, ബ്ലെൻഡറിൽ വരുന്നു, ഇതിനൊക്കെ എടുത്ത് കളയുക അങ്ങോട്ട്. നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇതിങ്ങനെ വന്നു. അതുകൊണ്ട് ഇത് ഈ ഇമ്പോർട്ട് ലിസ്റ്റിൽ അതുണ്ട്, എഫ് സ്പൈ. എന്നിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്ത ആ സാധനം ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ബാനർ കൺട്രോൾ എഫ് സ്പൈ ഇമ്പോർട്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ? പക്ഷേ ഒരു കുഴപ്പം എന്തുണ്ട്, ഈ ക്യാമറയ്ക്ക് പ്രത്യേകിച്ച് ട്രാക്കിംഗ് ഒന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ ചെയ്ത ക്യാമറ ഇതാണ് ക്യാമറ. ഇത് ഇപ്പം നമ്മൾ ചെയ്ത എഫ് സ്പൈയിലെ ക്യാമറ. ഈ ക്യാമറ ഈ ആംഗിളിലേക്ക് കൊണ്ടുവരിക. വേറൊരു ഐഡിയ ഉണ്ട്. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കൺസ്ട്രെയിൻ ക്യാമറ സോൾവർ, അപ്പോഴത്തേക്കും ഇതിനും ആ മോഷൻ ഡാറ്റ കിട്ടും. ഇതിന് ആൾറെഡി ഉണ്ട്, പക്ഷെ അത് കറക്റ്റായില്ല. എനിക്ക് പലപ്പോഴും ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായി വരാറില്ല, എന്താണെന്നറിയില്ല. ഇത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ,
ഇമേജ് സീക്വൻസ് ഞാൻ സീക്വൻസ് ആക്കിയില്ല കൊണ്ടാണ് എന്തായാലും അലൈൻമെൻറ്റ് തെറ്റായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു സാധനം ഇവിടെ ഉപയോഗിക്കുന്നില്ല. പകരം ഈ ക്യാമറ ഇത് കറക്റ്റാണ്. ഈ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? എഡിറ്റ്, പ്രിഫറൻസ്, ഗെറ്റ് എക്സ്റ്റൻഷൻസിൽ വന്നിട്ട് കോപ്പി ആട്രിബ്യൂട്ട്സ് മെനു ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് എവിടെ നിന്നാണ് കിട്ടുമെന്ന് വെച്ചാൽ ഒന്ന് ഇതിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. ഇതിൻ്റെ യൂസ് അറിയാമോ? നമ്മൾ ഈ ക്യാമറ സെലക്ട് ചെയ്യുന്നു, പിന്നെ ഈ ക്യാമറ സെലക്ട് ചെയ്യുന്നു, Ctrl+C. ഈ Ctrl+C അടിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇത്രയും അഡീഷണൽ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് മാത്രം കോപ്പി ചെയ്യുക. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ക്യാമറ ഈ ലൊക്കേഷനിലോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് ഈ ക്യാമറ ആദ്യം സെലക്ട് ചെയ്യുന്നു, പിന്നെ ഈ ക്യാമറ രണ്ടാമത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് Ctrl+C കോപ്പി ലൊക്കേഷൻ. അപ്പോൾ ആ ലൊക്കേഷനിലോട്ട് പോകുന്നു. ഇതിൻ്റെ റൊട്ടേഷനും കൂടി കോപ്പി ചെയ്യണം. Ctrl+C കോപ്പി റൊട്ടേഷൻ. അതിൽ നമ്മൾ അതിൻ്റെ ഈ F5 ക്യാമറ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുക. ഇനി നമ്മൾ ഇതിൽ വന്നിട്ട് നോക്കുക. ഇപ്പോൾ കൃത്യമായി ട്രാക്കിങ് വന്നിട്ടില്ലേ? നേരത്തെ ഈ ട്രാക്കിംഗ് പോയിൻറ്റ്സും മറ്റേ എൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഒഴുകുകയായിരുന്നു. കാര്യം എനിക്ക് തോന്നുന്നു ഈ ഫോക്കൽ ലെങ്ത്തിലുണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്. എനിവേ ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് സീൻ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതൊരു നല്ല ടിപ്പാണ്. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. ഇത് ഞാൻ ഗൂഗിളിലൊന്നും അടിച്ചു മാറ്റിയതല്ല. ഇതിപ്പോൾ ഇൻട്രോ മാത്രമാണ്. ഇത് നമ്മൾ ക്യാമറ ട്രാക്കിംഗ് മറ്റ് ബേസിക് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇനിയാണ് ബാനർ അൺറോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് തുടങ്ങാം. സോ നമ്മുടെ ട്രാക്കിംഗ് കഴിഞ്ഞു. ഇനിയാണ് യഥാർത്ഥ പരിപാടിയിലേക്ക് നമ്മൾ പോകുന്നത്. ഈ ക്യാമറ സെലക്ട് ചെയ്ത് കീബോർഡിലെ Ctrl+0 ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സാധനത്തിനകത്തൂടെ നമുക്ക് കാണാം. അതാണ് Ctrl+0. അല്ലെങ്കിൽ മറ്റേ കീബോർഡിൻ്റെ ഈ ടാബ് കീയുടെ മുകളിലൊരു സാധനം ഉണ്ടല്ലോ, ഒരു വളഞ്ഞിരിക്കുന്ന എസ് മോഡൽ സാധനം, അത് പ്രസ് ചെയ്യുക, വ്യൂ ക്യാമറ, അതായാലും മതി. ഈ ക്യാമറയിൽ വന്നിട്ട് നമുക്ക് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചെയ്യാനുള്ളത് ഇത് കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുള്ള 2 പോയിൻറ്റ്സാണ്. ഇത് ഈ ബിൽഡിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊന്ന് സെലക്ട് ചെയ്യുക. കീബോർഡിൽ Shift+S ചെയ്യുമ്പോൾ ഇത്രയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് കഴ്സർ ടു സെലക്റ്റഡ്, അതായത് ഈ കഴ്സറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ. ഇനി നമ്മൾ Shift+A മെഷ് പ്ലെയിൻ. അപ്പോൾ കഴ്സറിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഓരോ സാധനവും ഇനി പിന്നെ ക്രിയേറ്റ് ആയി വരുന്നത്. ഇനി നമ്മൾ ഇതിനെ ഈ ബാനറിനെ കറക്റ്റായിട്ട് ആ ബിൽഡിങ്ങിന് പാരലായിട്ട് അറേഞ്ച് ചെയ്യുക. റൊട്ടേറ്റിന് Y ആകുമ്പോൾ Y തന്നെയല്ലേ, Y ഡയറക്ഷനിലേക്ക് കീബോർഡിൽ 90 പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെറ്റ്. ഇനി സ്കെയിൽ ചെയ്യുക. സ്കെയിൽ ചെയ്യുമ്പോഴും Y ഡയറക്ഷൻ തന്നെയാണ്. ദെൻ ചെറുതായിട്ട് G സെറ്റ്. ഇവിടെ ഒരു ആഡ് ഉണ്ട്, സ്ക്രീൻ കാസ്റ്റ്. ഇത് എനേബിൾ ചെയ്തിടുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് അതൊക്കെ ഇവിടെ കാണാം, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അത് പ്ലേ ആയി. സെറ്റ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് സബ് ഡിവിഷൻസ് ഇല്ല. നമുക്കിതൊരു ക്ലോത്ത് മോഡിഫയർ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം സബ് ഡിവിഷൻസ് വേണം. അതുകൊണ്ട് റൈറ്റ് ക്ലിക്ക്, സബ് ഡിവൈഡ്. ഈ ലാസ്റ്റ് ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തോ അത് റിപ്പീറ്റ് ചെയ്യുന്നതിനായിട്ട് ഷിഫ്റ്റ് R ഇതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ സബ് ഡിവിഷൻ്റെ നമ്പർ ഓഫ് കട്ട്സ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇത്രയും മതി എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ആംഗിളിലേക്ക് വന്നതിന് ശേഷം ഇതാണൊരു ബേസിക് സ്ട്രക്ചർ ബാനറിൻ്റെ. ഇനി ഇതിനെയാണ് നമുക്കിവിടെ ചുരുട്ടി കയറ്റി വയ്ക്കേണ്ടത്. ഇത് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്കാണ് നമ്മളെ ഈ കഴ്സറിന് പോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് എവിടെ വയ്ക്കുന്നു അവിടെ കഴ്സർ വരും. കഴ്സർ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മിഡിലായിട്ട് കഴ്സർ കൊണ്ടുവയ്ക്കുന്നു. Shift+A കർവ്സ്, സ്പൈറൽസ്, ആർക്കിമീഡിയൻ, ഈ സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾ വെറുതെ Shift+A കൊടുത്ത് ഈ ഒരു സെറ്റിങ്സിലേക്ക് വന്നാൽ കാണില്ല. അതിന് കാരണം എഡിറ്റ്, പ്രിഫറൻസ്, ഗെറ്റ് എക്സ്റ്റൻഷൻസ്, കുറേ അധികം എക്സ്റ്റൻഷൻസ് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതും ഡൗൺലോഡ് ചെയ്യാനുള്ളതും ഒക്കെ. ഫോർ എക്സാമ്പിൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഈ എക്സ്ട്രാ കർവ് ഒബ്ജക്ട്സ് ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഇതിപ്പോൾ ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കും. ഇത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള സാധനമാണിത്. ലൈക്ക് ഇതിങ്ങനെയല്ല ഞാൻ ചെയ്തിരുന്നത്. എക്സ്റ്റൻഷൻസിൽ വരുമ്പോൾ ഈ സൈറ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഫ്രീ എക്സ്റ്റൻഷൻസാണ്. ഇതിൽ ഗെറ്റ് ആഡ് ഓൺ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. എന്നെക്കാൾ എളുപ്പമാണ് ഗെറ്റ് എക്സ്റ്റൻഷൻസ്, സെർച്ച് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, അത് എനേബിൾ ചെയ്തതിന് ശേഷം Shift+A കർവ്സ്,
സ്പൈറൽസ്. ഈ ഒരു സാധനം എനേബിൾ ചെയ്താൽ മാത്രമേ ഈ ഓപ്ഷൻസും കിട്ടുള്ളൂ. ഇതിൽ ആർക്കിമീഡിയൻ ഈ സാധനത്തിനെയാണ് നമ്മൾ ചുരുട്ടി 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 വയ്ക്കാൻ പോകുന്നത്. ഇതിലൊരു ടേൺസ് ഒരു 5, ഇത് പിന്നെ നോക്കാം 0.09. എപ്പോഴും ഈ വാല്യൂസൊക്കെ പോസിറ്റീവായിട്ട് തന്നെ നിർത്താൻ ശ്രമിക്കുക. ഈ റേഡിയസ് ഒരു 0.10 മതിയായിരിക്കും. പിന്നെ ഇതൊരു 54, അത്യാവശ്യം സബ് ഡിവിഷൻ ഉണ്ടാകുമ്പോൾ സ്മൂത്ത് ആയിട്ടിരിക്കും. ഈ ഒരു വാല്യൂസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആംഗിൾ നമുക്ക് കറക്റ്റ് ചെയ്യണം. റൊട്ടേറ്റ് വൈ ഡയറക്ഷനാണോ അല്ല എക്സ് ഡയറക്ഷനിലേക്ക് 90. ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ചുരുട്ടി ഇവിടെ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ സാധനം ഇങ്ങനെ ഉരുണ്ട് താഴെ വരും. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നമ്മളിവിടെ വെച്ചതിന് ശേഷം ഇതിൻ്റെ പ്രിവ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ മെഷ് സെലക്ട് ചെയ്യുക, മോഡിഫയറിലേക്ക് പോവുക, ആഡ് മോഡിഫയർ, കർവ്സ്. എന്നിട്ട് നമ്മൾ ഈ കർവ് ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒന്നിവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കാണും. അല്ലെങ്കിൽ ഈ ഐ ഡ്രോപ്പർ എടുത്ത് ഇതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അത് യൂഷ്വലി ഈ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ എന്നുള്ളത് -y ഡയറക്ഷൻ, എന്നാലും ഇങ്ങനെ ചുരുണ്ട് വരുള്ളൂ. യൂഷ്വലി അത് മോസ്റ്റ് കോമൺലി അങ്ങനെ തന്നെ ആ ഡയറക്ഷനിലായിരിക്കും അത് വെക്കേണ്ടത്. അതല്ലാത്ത പക്ഷേ എന്തെങ്കിലും എറർ കാണുകയാണെങ്കിൽ നിങ്ങൾ മറ്റ് ഡയറക്ഷൻസ് വെച്ച് ചെയ്ത് നോക്കുക. ഇനി ഈ മെഷ് നമ്മളൊന്ന് മൂവ് ചെയ്താൽ മതി, ചുരുട്ടി ചുരുട്ടി വയ്ക്കുക. നമ്മൾ ഈ സാധനമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ചുരുണ്ട് വെളിയിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതിന് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത്, എളുപ്പവഴിയല്ല, ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈറൽ സെലക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് വലുതാക്കുക. എന്നിട്ട് ഈ സാധനം ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് ഗ്രാബ് ചെയ്യുക, Z ഡയറക്ഷനിലേക്ക് ഗ്രാബ് ചെയ്യുക, കുറച്ചും കൂടി വലുതാക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ മെഷ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക്, ഷെയ്ഡ് സ്മൂത്ത്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് തുടങ്ങാം. ആക്ച്വലി നമുക്കിനി ഈ ഇത്രയും വെർട്ടക്സ് ഉണ്ടോ, ഈ വെർട്ടക്സ് ആണ് നമുക്ക് പിൻ ചെയ്ത് വെക്കാനുള്ളത്. കാരണം അവിടെ അത് ഹോൾഡാക്കി ഇരിക്കുക. എന്നിട്ട് ക്ലോത്ത് മോഡിഫയർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനം ഇങ്ങനെ ചുരുള് എന്ന് പറഞ്ഞ് താഴോട്ട് വരിക. അപ്പോൾ ഇത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ ഏതാണെന്നുള്ളതൊരു കൺഫ്യൂഷനാകും. നമ്മൾ യൂഷ്വലി നേരെ ഇതിലേക്ക് വരും. ഇത്രയും വെർട്ടക്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പിൻ ചെയ്യാൻ പോകും. ആക്ച്വലി ഈ ഇത്രയും വെർട്ടക്സ് ആണ് ഈ പിൻ ചെയ്യാനുള്ള സാധനം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത്രയും വെർട്ടക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഇവിടെ വന്നിട്ട്, ഇത് ടാബ് എഡിറ്റ് മോഡിലാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇത്രയും സെലക്ട് ചെയ്തിട്ട് വെർട്ടക്സ് ഗ്രൂപ്പിലേക്ക് ഒരു പ്ലസ് ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പിൻ്റെ പേര് മാറ്റി പിൻ അസൈനും കൂടി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയാണ് യഥാർത്ഥ പരിപാടി. ഇത് സെലക്ട് ചെയ്യുന്നു, നമ്മൾ നേരെ ഫിസിക്സ് ടാബിലേക്ക് വരുന്നു, ക്ലോത്ത്. അതിൽ നമ്മൾ ഈ സാധനത്തിനകത്ത് ഇത് കണ്ടു, ഇത് പ്രസ് ചെയ്യുമ്പോൾ കുറേ അധികം പ്രീസെറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ സിൽക്ക് തൊട്ട് തുടങ്ങാം. എന്നിട്ട് ഏറ്റവും താഴെ വന്നിട്ട് ഇവിടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ, ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ സാധാരണ ഡിസേബിൾ ആയിട്ട് കിടക്കെ ആയിരിക്കും. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ സെർച്ച് ചെയ്യുമ്പോൾ ഈ പിൻ ഗ്രൂപ്പിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെർട്ടക്സ് ഗ്രൂപ്പ് പിൻ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ഇതിൽ വെച്ചൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക. കണ്ട, അതായത് ഈ ഇത്രയും വെർട്ടക്സ് ഇവിടെ വന്നിരുന്ന ആ വെർട്ടക്സ് ആണ് ഇവിടുത്തെ പിന്നായിട്ട് പ്ലേ ചെയ്യുന്നത്. ഇനി പ്ലേ ചെയ്ത് നോക്കിയേ, സെറ്റ്. അപ്പോൾ സിൽക്ക് വിട്ടിട്ട് നമ്മൾ റബ്ബർ വയ്ക്കുകയാണ്. കണ്ടോ, അപ്പോൾ ആ സ്ട്രെച്ചിങ് ഒക്കെ ഉണ്ട്. ഇനി ഇതിൽ ഈ വെർട്ടക്സ് മാസ് ഇത് 3 കിലോ, നമ്മൾ 10 കിലോ ആക്കുകയാണ്. കണ്ടോ, കുറച്ചും കൂടി സ്ട്രെച്ചായി. ഈ 10 കിലോ എന്നുള്ളത് നമ്മൾ ഒരു 50 കിലോ ആക്കുകയാണ്. ഒന്നുകൂടി പ്ലേ ചെയ്യുക. കണ്ടോ, നിങ്ങൾക്ക് വല്ല റബ്ബർ ബാൻഡ് പോലത്തെ വല്ല സാധനം ചെയ്യണമെങ്കിൽ ഇത് മതി. ഞാനിവിടെ ചെയ്യുന്നത് ലെതർ വേണമെങ്കിൽ നോക്കി. ലെതർ എന്ന് പറയുമ്പോൾ മറ്റൊരു പേപ്പർ ചുരുളും പൂർണ്ണമായിട്ടും നിവരാത്ത രീതിയിൽ അത് നിൽക്കും. കണ്ടോ, ഇതാണ് ആ സാധനം. ഞാനിവിടെ പോകുന്നത് ഡെനിമാണ്, ജീൻസ്. ഈ മെറ്റീരിയലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പ്രീസെറ്റ്സ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. വേറൊരു കാര്യം, നമ്മളിങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പ്ലേ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ ഇതുണ്ടോ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് തമ്മിൽ
ടച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫിസിക്സ് ഇതിനകത്തില്ല. അതിനെന്ത് ചെയ്യണം, താഴേക്ക് സ്ക്രോൾ ചെയ്യുക, കൊളിഷൻസിലേക്ക് വരിക, സെൽഫ് കൊളിഷൻ. സെൽഫ് കൊളിഷൻ എന്ന് പറഞ്ഞാൽ തമ്മിൽ തട്ടുമ്പോൾ ഉള്ള റിയാക്ഷൻ. സെൽഫ് കൊളിഷൻ എനേബിൾ ചെയ്യുക ഒരു 50. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ഫ്രിക്ഷൻ ഒരു 50 കൊടുത്തതിന് ശേഷം ഡിസ്റ്റൻസ് തീരെ കുറയ്ക്കണം. ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഗാകും. ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടത്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക എന്തായാലും അവസ്ഥയെന്ന്. കണ്ടോ, ഇന്നത് പ്ലേ ആകാതെ തീരില്ല. അതുകൊണ്ട് 0.00 എന്നിട്ട് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, സെൽഫ് കൊളിഷൻസ് കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആടി ഇരിക്കുക. ഒരു 3 കിലോ ആഡ് ചെയ്ത് നോക്കട്ടെ എന്താണ് സംഭവം. എന്നാലും അവസാനത്തെ ചുരുളെന്ന് പറയാൻ ഇച്ചിരിയും കൂടി വെയിറ്റ് കൊടുക്കണം. ഒരു 5 കിലോ ഒഴിക്കട്ടെ. ഓക്കെ, ചുരുളെന്ന് പറഞ്ഞു. ഒരു 50 നില കെട്ടിടത്തിൻ്റെ മുകളിലിടുന്ന തുണിക്ക് എന്തായാലും 5 കിലോ എന്നുള്ളൊരു 50 കിലോ വരും. ഒന്നും 50 കിലോ ആക്കിയിട്ട് നോക്കാം എന്താ സംഭവിക്കുന്നത് അറിയണമല്ലോ. ഓഫ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെയിറ്റ് കൊടുക്കാം. ഞാൻ ഒരു 10 കിലോ പിടിക്കണം കേട്ടോ. ഫൈനൽ. ഒരുമാതിരി എഡ്ജൊക്കെ ഒരു കൂർത്തിരിക്കുന്നു. അതിന് കാര്യം നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു സബ് ഡിവിഷൻ മോഡിഫയർ ആഡ് ചെയ്ത് കൊടുക്കുക. സബ് ഡിവിഷൻ സർഫസ് ശ്രദ്ധിക്കുക, ഇതൊരിക്കലും ഈ ക്ലോത്തിൻ്റെ മുകളിലോ കർവിൻ്റെ മുകളിലോ കൊണ്ടുപോയി ഏറ്റവും ലാസ്റ്റ് വേണം കൊണ്ടുപോയിക്കാം. കണ്ടോ, ആ ഒരു എറർ സംഭവിക്കും ഇവിടെ. പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് കൊടുത്തേക്ക്. കണ്ടോ, ഇപ്പോൾ പ്രോപ്പർ ക്ലോത്തായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേണമെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു സാധനമുണ്ട്, ആഡ് മോഡിഫയർ സോളിഡിഫൈ. ഈ സംഭവം എന്ന് വെച്ചാൽ ഇതിന് ഡെപ്ത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കറക്റ്റ് പ്ലെയിൻ ആക്കുന്നതിന് പകരം കുറച്ച് ഡെപ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പ്ലേ ചെയ്ത് നോക്കാം. ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ടോ? വേണമെങ്കിൽ മതി. ഞാനിപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഉദാഹരണത്തിന് ഇത് പ്ലേ ചെയ്തതിന് ശേഷം 0 തൊട്ടൊരു 60 ഫ്രെയിംസ് വരെ നിങ്ങൾ ഇപ്പോൾ ഇന്ന് റെൻഡർ ചെയ്തെന്ന് വെച്ചോ. എന്നിട്ട് 61 തൊട്ട് ഒരു 120 വരെ നാളെ റെൻഡർ ചെയ്തു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. 60 to 61 ഒരു ജെർക്ക് ഉണ്ടാകും. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊരു ഡൈനാമിക് അനിമേഷനാണ്. ഇത് ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പല റിസൾട്ടാണ് വരുന്നത്. ഇപ്പോൾ കാണുന്ന റിസൾട്ട് ആയിരിക്കില്ല അടുത്തതിലേക്ക്. എനിക്ക് എന്തൊക്കെ പറ്റി. ഇപ്പം കാണുന്ന റിസൾട്ട് ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ വരുന്നത്. അതിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. അത് സംഭവിക്കാതിരിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഫിസിക്സ് ടാബിലെ ക്ലോത്ത് മോഡിഫയറിൽ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഈ ക്യാഷിൽ നമ്മൾ ബേക്ക് കൊടുക്കുക. ഇത് നിങ്ങളുടെ ടെമ്പററി ഫോൾഡറിൽ സേവ് ആകും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി സേവ് ആകും. ഈ സാധനം ചെയ്തതിന് ശേഷം മാത്രമേ എന്നിട്ട് അത് ഫയൽ സേവ് ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ റെൻഡർ ക്ലോസ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും റെൻഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി തൊട്ട് റെൻഡർ ചെയ്താൽ ആ റിസൾട്ട് കണ്ടിന്യൂറ്റി എററില്ലാതെ വരുള്ളൂ. ഇതിന് എത്ര പ്രാവശ്യം നമ്മൾ റെൻഡർ ചെയ്താൽ ഈ റിസൾട്ട് വരും. ഇതിനെയാണ് നമ്മൾ ബേക്ക് ചെയ്യാന്ന് പറയുന്നത്. അറിഞ്ഞിടാത്തവർക്ക് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എനിവേ, ആ ഒരു പ്രോസസ്സും കഴിഞ്ഞു. വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കാണാം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു തുണി എന്തായാലും ഈ ബിൽഡിങ്ങിൽ തട്ടി റിയാക്ട് ചെയ്യേണ്ടതാണ്. ഇത് അകത്തോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. അത് മാറ്റുന്നതിനായിട്ട് നമ്മളൊരു ക്യൂബ് ആഡ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് മെഷ് ട്യൂബ്. എന്നിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, നമ്മൾ ആ ഒരു ഡമ്മി ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ സാധനം കുറച്ചും കൂടി ഒന്ന് അലൈൻ ചെയ്യണം. മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സാധനവും ഈ സ്പൈറലും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുക. ഓക്കെ, നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. കണ്ടോ, അത് റിയാക്ട് ചെയ്യുന്നില്ല. അതിന് കാര്യം ഈ സാധനത്തിനെ നമ്മൾ കൊളിഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ഫിസിക്സ് ടാബിൽ കൊളിഷൻ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ജസ്റ്റ് കൊളിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും വെച്ചതിന് ശേഷം നമ്മൾ ഈ സാധനം വെച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്ത് ബേക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നു.
ദെൻ നമ്മൾ ഒന്നും കൂടി ഈ സാധനത്തിൻ്റെ കൊളിഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ദെൻ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കട്ടെ. റിയാക്ട് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? സെറ്റ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെൻഡറിങ് നോക്കാം. റെൻഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഷാഡോ ഉണ്ടല്ലേ, ഷാഡോ ഈ സാധനം കൂടി അങ്ങ് ചേർന്ന് വരിക. എന്ത് ചെയ്യണം? ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഈ വിസിബിലിറ്റിയിൽ ഷാഡോ ക്യാച്ചർ എനേബിൾ ചെയ്യുക. ഈ ഷാഡോ ക്യാച്ചർ സൈക്കിൾ സെൻറ്ററിൽ വർക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആണ് അത് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഷാഡോ ഒന്ന് റിസൾട്ട് സെറ്റായില്ലേ? ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിപ്പോൾ വളരെ പെട്ടെന്നായി പോയി. അതിൻ്റെ കാര്യം നമ്മളിവിടെ വരുന്നു. ഈ സാധനത്തിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മതി. ഇത്രയും വെയിറ്റ് ഒന്നും വേണ്ട, നമുക്ക് 5 കിലോ ഒക്കെ മതി. എന്നിട്ടൊന്ന് നോക്കാം. അപ്പോൾ പതുക്കെ ഉരുണ്ട് വരും. ഇപ്പോൾ എന്തായാലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ടെക്സ്ചർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിയാത്തവരാണെങ്കിൽ മുമ്പ് ഞാൻ ചെയ്തു വെച്ച വീഡിയോസ് ഉണ്ട്, ഇതിൽ ടാഗ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാനർ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത ഈ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ്.